പരിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകളും അത്യുദാരനായ പടച്ച റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് പരിപൂർണമായി നമുക്ക് മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ, അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്തു നിന്ന് വിട പറയാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർ, നമ്മുടെ മാതാക്കളിൽ നിന്ന്, പിതാക്കളിൽ നിന്ന് മൗത്തായവർ, നമ്മുടെ മഹല്ലിന്റെ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പരിശുദ്ധമായ ഈ മാസത്തിന്റെ ദിവസത്തിന്റെ വെളിച്ചം കൊണ്ട് അവരുടെ ഖബറുകൾ അല്ലാഹു അലങ്കരിക്കട്ടെ. നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഇന്ന് 8-ാം തീയതിയും വരുന്ന ചൊവ്വാഴ്ച റബീഉൽ അവ്വൽ 12 നബിദിനത്തിന്റെ മീലാദുൻ നബിയുടെ ദിവസം നമ്മിലേക്ക് കടന്നു വരികയുമാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നബിദിനം എന്ന ദിവസം പോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആദരവ് നാം പ്രകടിപ്പിക്കേണ്ട മറ്റൊരു ദിവസമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദുനിയാവിലെ ഏറ്റവും മുന്തിയ സമയം ഏതാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീണ ആ സമയമാണ്. അത് ലൈലത്തുൽ ഖദ്റോ അതല്ലെങ്കിൽ ബറാഅത്തിന്റെ രാവോ വെള്ളിയാഴ്ച രാവോ അതൊന്നല്ല എന്നാണ്. 1501 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പിറന്നു വീണ അന്നത്തെ ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയുടെ സുബഹിന് മുമ്പുള്ള സമയമാണ് ഈ ദുനിയാവിലെ ഏറ്റവും മുന്തിയ സമയമെന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം, ആ സമയം, ആ മാസം, ആ നിലക്ക് റസൂലിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന സർവ്വതിനെയും ആദരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളായാലേ നമ്മുടെ ഈമാൻ പൂർണ്ണമാകൂ എന്നാണ്. നമ്മൾ യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ റസൂലുമായി ചേർത്ത് പറയപ്പെടുന്ന സർവ്വതിനെയും ആദരവോടെ കാണുന്ന ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറും. അത് റസൂല് ജനിച്ച മാസമാകട്ടെ, ദിവസമാകട്ടെ, റസൂലിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന മൗലിദിന്റെ, മദ്ഹിന്റെ, വഅലിന്റെ സദസ്സുകളാകട്ടെ, എന്തുമാകട്ടെ, റസൂലിലേക്ക് ചേർത്ത് പറയപ്പെടുന്നതാണ്. അതെല്ലാം റസൂലിന്റെ നാടാകുന്ന മക്കയാകട്ടെ, മദീനയാകട്ടെ, പരിശുദ്ധ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള എന്ന് സാധാരണ നാം പറയാറുള്ള പരിശുദ്ധമായ ഖബർ ഷരീഫാകട്ടെ, എല്ലാത്തിനെയും എല്ലാം റസൂലിലേക്ക് കണക്ട് ചെയ്ത് പറയപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ആദരവോടെ കാണുന്ന ഒരു മനസ്സ് മുസ്ലിമിന് നിർബന്ധമാണ്. സയ്യിദുമാരെ, തങ്ങന്മാരെ ആദരിക്കുന്നവരാണ് നമ്മൾ.
കാരണം എന്താണ്? അത് റസൂലിന്റെ കുടുംബമാണ്. അതിന്റെ കാരണം അത് അള്ളാന്റെ റസൂലിന്റെ കുടുംബമാണ് എന്നതുകൊണ്ടാണ്. ഈ ദുനിയാവിലെ ഏറ്റവും മുന്തിയ നാട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയുമാണ്. കാരണം അത് റസൂലിന്റെ നാടാണ്. റസൂല് ജനിച്ച നാടാണ്, റസൂല് വളർന്ന നാടാണ്, റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ്. ഈ ദുനിയാവിലെ ഏറ്റവും മുന്തിയ സമയം ഏതാണ്? ഏറ്റവും നല്ല സമയം അത് നമ്മൾ പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയമാണ്. റസൂലുമായി ബന്ധപ്പെടുന്ന എല്ലാം അത് മുന്തിയതാണ്, അത് ഉന്നതമാണ്. അതുകൊണ്ട് തന്നെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നമുക്ക് നിർബന്ധമാണ്. ദുനിയാവിലെ ഏറ്റവും മുന്തിയ വെള്ളം അത് ബഹുമാനപ്പെട്ട ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി അള്ളാഹു ഉറവയായി ഒരുക്കിക്കൊടുത്ത സംസമല്ല, നാളെ സ്വർഗത്തിലെ ഹൗദുൽ കൗസറും അല്ല എന്നാണ്. ദുനിയാവിലെ 1-ാം നമ്പർ വെള്ളം റസൂലിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് ഉറവയായി വന്ന വെള്ളമാണ്. കാരണം അത് റസൂലിന്റെ വിരലുകൾക്കിടയിലൂടെ ഉറവയായി വന്നതാണ്. പല സന്ദർഭങ്ങളിലും ആ അത്ഭുതം റസൂലിൽ നിന്ന് പ്രകടമായിട്ടുണ്ട്. ഹുദൈബിയയുടെ സമയത്ത് യുദ്ധത്തിന്റെ വേളയിൽ അല്ലെങ്കിൽ സന്ധിയുടെ വേളയിൽ, ഹുദൈബിയ സന്ധിയുടെ വേളയിൽ 1500 വരുന്ന സഹാബത്തിന് കുടിക്കാൻ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പരിഭവം പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ കൈവശം ഒരു തോൽപാത്രത്തിൽ ഒരാൾക്കൊന്നു എടുക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. വേറെ 1500 സഹാബത്തിനും വെള്ളമില്ല. സഹാബത്ത് വന്നിട്ട് പരിഭവം പറയാണ് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ. അള്ളാന്റെ റസൂൽ ആ പാത്രത്തിലേക്ക്, തോൽപാത്രത്തിലേക്ക് തന്റെ കൈവിരലുകൾ ആ തോൽപാത്രത്തിന്റെ ഉള്ളിലേക്ക് നീട്ടിവച്ചു എന്നാണ്. വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഉറവയായി വന്നു. അത്ഭുത പ്രതിഭാസാണ്, മുഅ്ജിസത്താണ്. അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഹുദൈബിയയിൽ മാത്രമല്ല. സഹാബത്ത് അതിനെപ്പറ്റി പറയുന്നത്, ഞങ്ങൾ 1500 പേർ ആ വെള്ളം കുടിച്ചു, ഒന്നുവെടുത്തു, ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു. ഞങ്ങൾ 1,00,000 പേരുണ്ടായിരുന്നെങ്കിലും അത് തികയുമായിരുന്നു, മതിയാകുമായിരുന്നു. ഇങ്ങനെയാണ് സഹാബത്ത് ആ സംഭവത്തെ പറ്റി പറഞ്ഞത്. അതാണ് ദുനിയാവിലെ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും മുന്തിയ വെള്ളം അതാണ് എന്നാണ്. റസൂലുമായി ബന്ധപ്പെട്ടതെന്തോ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുന്തിയതാണ്, ഏറ്റവും ആദരവോടെ കാണേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന സർവ്വതിനെയും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു മനസ്സ് നമുക്ക് നിർബന്ധം. ഇതിനകത്ത് ലവലേശം സംശയം പാടില്ല എന്നാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വഫാത്തിനോടടുത്ത സമയം ചുറ്റും കൂടി നിൽക്കുന്ന ആയിഷ ബീവി അടക്കമുള്ള കൂടി നിൽക്കുന്നവരോട് ചോദിച്ചു, ഇന്നത്തെ ദിവസം ഏത് ദിവസമാണ്? ഏത് ദിവസമാണ് ചോദിക്കാൻ. ആരോ മറുപടി കൊടുത്തു, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. ആരോ മറുപടി കൊടുത്തു എന്നാണ്. മരണാസന്നനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് എന്നറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്താ മറുപടി കൊടുത്തെന്നറിയോ? ഇന്ന് ഞാൻ വഫാത്തായാൽ എന്റെ ജനാസ നാളേക്ക് നിങ്ങൾ മാറ്റിവെക്കരുത്, ഖബറടക്കാൻ, മറമാടാൻ. ഇന്ന് തന്നെ നിങ്ങൾ എന്റെ ജനാസ ഖബറടക്കണം. കാരണം എന്താണ്? തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഏറ്റവും ബന്ധപ്പെട്ട ദിവസമായതുകൊണ്ട് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. റസൂല് ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം.
റസൂല് ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അതുകൊണ്ട് എന്റെ മുത്തുനബിയോട് ഏറ്റവും ബന്ധപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച എന്നതുകൊണ്ട് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. ഇന്ന് മരിച്ചാൽ ഇന്ന് തന്നെ ഖബറടക്കണം, നാളേക്ക് മാറ്റിവെക്കരുത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ്. കാരണം അത് റസൂല് ജനിച്ച ദിവസമാണ്. റസൂല് ജനിച്ച ദിവസമാണ്. ബഹുമാനപ്പെട്ട അസ്ലഹ് റളിയല്ലാഹു തആല അള്ളാന്റെ റസൂലിന് യാത്രയ്ക്ക് വേണ്ടി വാഹനം ഒരുക്കി കൊടുത്തിരുന്ന സഹാബിയാണ്. എന്തെങ്കിലും യാത്രകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന് വാഹനം ഒരുക്കി കൊടുത്തിരുന്ന സഹാബിയാണ് ബഹുമാനപ്പെട്ട അസ്ലഹ് റളിയല്ലാഹു തആല. വാഹനം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ഒട്ടകം അല്ലെങ്കിൽ മറ്റു വാഹനാണെങ്കിൽ അതിന്റെ സീറ്റും മറ്റും ഒക്കെ ശരിയാക്കി അതിന് വെള്ളം കൊടുത്ത് തീറ്റ കൊടുത്ത് അതിനെ കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിച്ച് ഇതെല്ലാം ചെയ്തിരുന്ന സഹാബിയാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടി റസൂൽ ഇറങ്ങുമ്പോ വാഹനത്തെ ഒരുക്കുന്നത് മറ്റൊരു സഹാബിയാണ്. അസ്ലഹ് റളിയല്ലാഹു തആല അൻഹു അല്ല, എപ്പോഴും അദ്ദേഹമാണ് ചെയ്തിരുന്നത്. ഇത് മറ്റൊരു സഹാബിയാണ്. റസൂല് കാരണം തിരക്കി അസ്ലഹ് റളിയല്ലാഹു തആല ഞങ്ങളവിടെ ഉണ്ട്, അസ്ലഹ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഉണ്ട്. വിളിച്ചിട്ട് കാരണം തിരക്കിയെന്നാണ്. എന്തേ നീ മറ്റൊരാളെ ഏൽപ്പിക്കാൻ കാരണം? അസ്ലഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഞാൻ അശുദ്ധിക്കാരനാണ് നബിയേ, ഞാൻ ഇന്ന് ഈ സമയത്ത് ഞാൻ അശുദ്ധിക്കാരനാണ് നബിയേ. ശുദ്ധിയില്ലാതെ അങ്ങയുടെ ശരീരം സ്പർശിക്കുന്ന വാഹനത്തെ തൊടാൻ എനിക്ക് മടിയാണ് നബിയേ. അശുദ്ധിക്കാരനായി ശുദ്ധിയില്ലാതെ അങ്ങ് കയറിയിരിക്കുന്ന വാഹനത്തിൽ ഒന്ന് സ്പർശിക്കാൻ എനിക്ക് സാധിക്കില്ല നബിയേ. ബഹുമാനപ്പെട്ട അസ്ലഹ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, റസൂലിന്റെ ദേഹത്ത് തൊടുന്നില്ല. ഇനി അശുദ്ധിക്കാരനായിട്ടാണെങ്കിൽ പോലും റസൂലിന്റെ ദേഹത്ത് തൊട്ടാലും അത് ഹറാമായ കാര്യമൊന്നുമല്ല, പാടില്ലാത്ത സംഗതിയൊന്നുമല്ല. റസൂലിന്റെ ശരീരം കയറിയിരിക്കുന്ന റസൂലിനെ ചുമക്കുന്ന ഒട്ടകത്തിന്റെ വാഹനത്തിന്റെ അതിന്റെ സീറ്റ് ശരിയാക്കലും അതിന് വെള്ളം കൊടുക്കലും അതിനെ കുളിപ്പിക്കലും ഇത്തരം കാര്യങ്ങൾ അതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. പക്ഷേ അശുദ്ധിക്കാരനായി ആ വാഹനത്തെ തൊടാൻ എനിക്ക് സാധ്യമല്ല നബിയേ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അസ്ലഹ് റളിയല്ലാഹു തആല. ഒരു ബന്ധമുള്ളൂ, അത് റസൂലിന്റെ വാഹനമാണ്, അത് റസൂല് കയറിയിരിക്കുന്ന വാഹനമാണ്. അതുകൊണ്ട് അശുദ്ധിക്കാരനായി എനിക്കതിൻ്റെ അകത്ത് തൊടാൻ പറ്റൂല. റസൂലുമായി ബന്ധപ്പെട്ട എന്തെല്ലാമുണ്ടോ അതിനോടെല്ലാം മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരാദരവും ബഹുമാനവും അത് മുസ്ലിമിന് നിർബന്ധമാണ്. അങ്ങനത്തെ ഒരു ഖൽബ് നമുക്ക് വേണം. റസൂല് ജനിച്ച ദിവസം, റസൂല് ജനിച്ച മാസം, റസൂലിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന മഹബത്തിന്റെ മൗലിദിന്റെ മീലാദിന്റെ സദസ്സുകൾ എല്ലാം അതിന്റെ അകത്ത് പെടും. എല്ലാം അതിൻ്റെ അകത്ത്. സമയം നമുക്ക് കുറവാണ്. അതുകൊണ്ട് കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയില്ല. വരുന്ന ചൊവ്വാഴ്ച നമ്മൾ നബിദിനത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളിലേക്ക് നമ്മുടെ മഹല്ല് എന്നല്ല എല്ലാ മഹല്ലുകളും നാടുകളും ഒക്കെ കടന്നു പോകുമ്പോ മനസ്സിന്റെ ഉള്ളിൽ മഹബത്ത് കൊണ്ട് ആദരവ് കൊണ്ട് നിറഞ്ഞ ഒരു ഖൽബുമായിട്ടാകണം. ലവലേശം അതിൻ്റെ അകത്ത് സംശയമില്ലാതെ, അല്പം പോലും സംശയം പാടില്ല എന്നാണ്. ഒരല്പം പോലും സംശയം ആ വിഷയത്തിൽ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് ജനിച്ചത് മാത്രല്ല, റസൂല് വഫാത്തായതും റബീഉൽ അവ്വൽ 12-നാണെന്ന ബോധ്യത്തോടുകൂടെയാണ് ആ ദിവസം നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മൾ നബിദിനം ആഘോഷിക്കും പോലെ ഘോഷയാത്രയും മിഠായി വിതരണവും ഇന്ന് നമ്മുടെ പള്ളികളിൽ ഒരുമിച്ച് കൂടിയിട്ട് നടത്തുന്ന മങ്കുസ് മൗലിദ് പോലുള്ള മൗലിദുകളും റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് എന്ന ബോധ്യത്തോടുകൂടെ തന്നെ നമ്മളതൊക്കെ ചെയ്യുന്നത്. റസൂലൊന്നും മങ്കുസ് മൗലിദ് ഓതിയിട്ടില്ല, ഷറഫുൽ അനാം മൗലിദ് ഓതിയിട്ടില്ല. ഒക്കെ ആ ബോധ്യത്തോടുകൂടെ തന്നെ ചെയ്യുന്നത് നമ്മൾ.
റസൂലിന്റെ കാലഘട്ടത്തിൽ ഈ നിലക്കില്ല. അല്ലെങ്കിൽ റസൂല് ജനിച്ച ദിവസം മാത്രമല്ല, റസൂല് വഫാത്തായ ദിവസം കൂടിയാണത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ സങ്കടങ്ങൾക്ക്, അതിന്റെ പ്രകടനത്തിന് ഇസ്ലാമില് പരിധിയുണ്ട്, സന്തോഷത്തിന് പരിധിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. സങ്കടത്തിന് പരിധിയുണ്ട്, സന്തോഷത്തിന് പരിശുദ്ധ ദീനിൽ അതിന്റെ പ്രകടനത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. ആര് മരിക്കട്ടെ 3 ദിവസമാണ് ദുഃഖാചരണം എന്ന് പറയുന്നത്. 3 ദിവസമാണ്. അതിനപ്പുറമുള്ളത് ഭർത്താവ് മരണപ്പെട്ട ഭാര്യയ്ക്ക് മാത്രമാണ് 4 മാസവും 10 ദിവസവും. ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ഒരു ഭാര്യയ്ക്ക്. മകൻ മരിച്ചാൽ ഉമ്മക്ക്, ഉമ്മ മരിച്ചാൽ മകന്, വാപ്പ മരിച്ചാൽ മക്കൾക്ക്, എല്ലാം 3 ദിവസം. ദുഃഖാചരണം എന്നുള്ളത് പരിശുദ്ധമായ ദീനിൽ പരിചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ പ്രകടനം അത് 3 ദിവസം. നമ്മൾ ആണ്ട് നടത്തും. ആണ്ട് നടത്തുന്നത് ദുഃഖാചരണമൊന്നുമല്ല. വാപ്പ മരിച്ചതിന്റെ, ഉമ്മ മരിച്ചതിന്റെ ആണ്ട് 40-50 വർഷം മുമ്പ് മരിച്ചുപോയ വാപ്പാടെ ആണ്ടെടുത്തും. അത് ദുഃഖാചരണത്തിന് വേണ്ടിയല്ല, അത് ഈസാലു സവാബാണ്. വാപ്പാടെ ഖബറിലേക്ക് നന്മകളെത്താൻ, ഖബർ വിശാലമാകാൻ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്തിന്റെ ദുആഇന്റെ ഈസാലു സവാബിന്റെ മജ്ലിസാണ്. വാപ്പ മരിച്ചതിന്റെ ദുഃഖം പ്രകടിപ്പിക്കാൻ വേണ്ടി മക്കള് ഒരുമിച്ച് കൂടിയിട്ട് പള്ളിയിലെ ഉസ്താദുമാരെ വിളിച്ചിട്ട് ദുആ നടത്തുന്നതല്ലത്. പക്ഷേ സന്തോഷത്തിന് പരിധിയില്ല. അത് എത്ര കാലം കഴിഞ്ഞാലും, എത്ര വർഷം കഴിഞ്ഞാലും സന്തോഷത്തിന് അത് സന്തോഷ പ്രകടനത്തിന് പരിധിയില്ല. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 റസൂല് വഫാത്തായ ദിവസമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ റസൂല് ജനിച്ച ആ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അത് സുന്നത്താണ്, അത് അമലാണ്, ഇബാദത്ത് കിട്ടുന്ന പുണ്യമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇത്തരം നബിദിനാഘോഷങ്ങളോ സഹാബത്തിന്റെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് ആ വിഷയത്തിൽ മാത്രമല്ല, ജുമുഅയ്ക്ക് 2 ബാങ്ക് എന്നുള്ളത് റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്. ഇതിനൊക്കെ നിഷേധിക്കുന്നവർ പോലും ചെയ്യുന്ന പല കാര്യങ്ങളും റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തത്. ജുമുഅക്ക് 2 ബാങ്ക് അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിലില്ല. 2ാമത്തെ ബാങ്ക് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഖതീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് നിർവഹിക്കുന്ന ബാങ്ക്, അത് മാത്രമേ അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിലുള്ളൂ. സമയമാകുമ്പോ വിളിക്കുന്ന ബാങ്ക് അള്ളാന്റെ റസൂലിന്റെ, അത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് തുടക്കം കുറിച്ചത്. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. തറാവീഹ് നിസ്കാരം റമളാൻ മാസം 30 ദിവസവും ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരു രീതി അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിലില്ലാത്തതാണ്. തറാവീഹ് നിസ്കാരം റമളാനിലും 30 ദിവസവും ജമാഅത്തായി ഒരു ഇമാമിന്റെ പിന്നിൽ നിന്നിട്ട് നിസ്കരിക്കുന്ന, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു രീതി റസൂലിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല. അത് 20 വേണോ അതല്ല 8 വേണോ, ആവശ്യം പോട്ടെ, അതവിടെ മാറി നിൽക്കട്ടെ. അതിലല്ല ഞാൻ പറയണത്. 30 ദിവസവും ജമാഅത്തായി പള്ളിയിൽ ഒരു ഇമാമിന്റെ കീഴിൽ, അതെല്ലാവരും ചെയ്യുന്നതാണല്ലോ. ചിലർ 20 നിസ്കരിക്കും, ചിലർ 8 നിസ്കരിക്കും. ആ വിഷയം വേറൊരു തർക്ക വിഷയമാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എത്ര റക്അത്ത് നിസ്കരിക്കട്ടെ, 30 ദിവസവും ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കുന്ന, അത് അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാര്യമാണ്. ഇതൊക്കെ പിന്നീട് വന്നതാണ്. മയ്യത്ത് കട്ടിലിൽ ചുമന്നുകൊണ്ട് വീട്ടിൽ നിന്ന് വരിക, ഇന്ന് നമ്മൾ കാണുന്ന നിലക്കുള്ള മയ്യത്ത് കട്ടില്, അത് അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിലില്ല. ആയിഷ ബീവിയാണ് അതിന് തുടക്കം കുറിച്ചത്. ആയിഷ ബീവിയാണ് റസൂലൊക്കെ വഫാത്തായി കഴിഞ്ഞതിന് ശേഷം ആയിഷ ബീവിയാണ് എന്റെ മയ്യത്ത് കൊണ്ടുപോവാൻ ആളുകൾ കാണാത്ത നിലക്ക് മൂടിപ്പൊതിഞ്ഞൊരു കട്ടില് വേണമെന്ന് പറയുന്നത് ആയിഷ ബീവിയാണ്, ആയിഷ ബീവിയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പലതും, അതൊക്കെ പരിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങളോട് എതിരാകാത്തതെന്തോ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്നതും അത് അമലും അത് പുണ്യവും അത് സുന്നത്തും ഒക്കെ ആയിട്ട് മാറും. നബിദിനവുമായി ബന്ധപ്പെട്ട് റസൂലിന്റെ മഹബത്തിന്റെ പേരിൽ, ഇഷ്ടത്തിന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്, മദ്ഹ് പറയുന്നത്, പാടുന്നത്, കുട്ടികളുടെ നബിദിന പരിപാടികൾ നടത്തുന്നത്, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത്,
ഒന്ന് ഒരുമിച്ച് കൂടി ഒരു ഘോഷയാത്ര, സ്വലാത്ത് ചൊല്ലി മദ്ഹ് പാടിയിട്ടൊരു ഘോഷയാത്ര നടത്തുന്നത് ഇതൊന്നും ദീനിൽ വിലക്കുള്ള കാര്യമൊന്നുമല്ല. ഇത് ദീനിൽ വിലക്കപ്പെട്ട കാര്യമല്ല. അതൊക്കെ പുണ്യമാണ്, ഇബാദത്താണ്. അത് ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ നിലക്ക് സ്നേഹിക്കുകയും ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.